കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് IIM-ൽ വന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കരിയർ വെബിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് സമയത്തിന് നിങ്ങളടുത്തെത്തുന്നതാണ്. ഓരോ പോസ്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏകദേശം 11 പോസ്റ്റിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോക്കാം. Indian Institute of Management Kozhikode invites online applications from suitable candidates for the following regular post at Kochi campus. കൊച്ചി ക്യാമ്പസിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓരോ പോസ്റ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറാണ്. ഗ്രൂപ്പ് A ആണ്. നമ്പർ ഓഫ് വാക്കൻസി 1 ആണ്. നിലവിൽ ഒരു വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾ നോക്കുക. MBA ഫിനാൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CA. എക്സ്പീരിയൻസ് വിശദമായിട്ട് നിങ്ങൾ നോക്കുക. ക്വാളിഫിക്കേഷൻ അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ വിശദമായിട്ട് എക്സ്പീരിയൻസും നോക്കുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാത്തിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 50 years ആണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇൻ്റർവ്യൂ ഓൺലി. എക്സാം ഉണ്ടായിരിക്കുന്നതല്ല, ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. ദെൻ സിസ്റ്റം മാനേജർ. നമ്പർ ഓഫ് വാക്കൻസി 1 ആണ്. പേ ലെവൽ 11 തന്നെയാണ്. ക്വാളിഫിക്കേഷൻ MA ഓർ MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ IT ഓർ MCA. എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നു. 15 years റെലവൻറ്റ് എക്സ്പീരിയൻസ് വിത്ത് എ മിനിമം സർവീസ് ഓഫ് 5 years ഇൻ പേ ലെവൽ 10 or equivalent relevant service and pay for official of government or autonomous institutions. Then അതിൻ്റെ ഏജ് ലിമിറ്റും പറയുന്നത് 50 years ആണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ ഇൻ്റർവ്യൂ ഓൺലി. തേർഡ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഒരു വാക്കൻസി തന്നെയാണ്. ലെവൽ 7 ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. ഗ്രാജുവേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ. ബട്ട് എക്സ്പീരിയൻസ് 5 years റെലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത പോസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ഓൺലി ആണ്. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതല്ല, റിട്ടേൺ ടെസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സീനിയർ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ അസിസ്റ്റൻറ്റ്. ലൈബ്രറി സയൻസ് ഒക്കെ കോഴ്സ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIM എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വാക്കൻസീസ് 2 ആണ്. 2 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ലെവൽ 7 ആണ്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഓർ ഡോക്യുമെൻറ്റേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതിലും എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നു. 3 years ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ എ ലൈബ്രറി ഓഫ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 3 years മിനിമം എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നു. ഏജ് ലിമിറ്റ് 35 years ആണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 5ാമത്തെ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ആണ്. ഒരു വാക്കൻസിയാണ്. ലെവൽ 6 ആണ്. പേ ലെവൽ 6 ആണ്. അതിലും ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഗ്രൂപ്പ് B ആണ്. നമ്പർ ഓഫ് വാക്കൻസി 1. പേ ലെവൽ 6 ആണ്. അതിലും ക്വാളിഫിക്കേഷൻ എല്ലാത്തിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നോക്കുക. ദെൻ അസിസ്റ്റൻറ്റിൽ 4 വാക്കൻസി. അൺറിസർവ്ഡ് 3ഉം STയിൽ ഒരു വാക്കൻസിയുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെവൽ 6 ആണ്. അതിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഗ്രാജുവേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എക്സ്പീരിയൻസ് 6 years റെലവൻറ്റ് ഓഫീസ് ക്ലറിക്കൽ എക്സ്പീരിയൻസ് ഇൻ പേ ലെവൽ 5 ഓർ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഇക്വാലൻറ്റ് റെലവൻറ്റ് സർവീസ് ആൻഡ് പേ ഫോർ നോൺ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഫോർ ദ പീരീഡ് സെർവ്ഡ് ഇൻ നോൺ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഓൺ കോൺട്രാക്ട് ബേസിസ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അസിസ്റ്റൻ്റ് ആണ്. ഏകദേശം നിങ്ങൾക്ക് 35,400 മുതൽ 1,12,400 വരെ നിങ്ങൾക്ക് സാലറി സ്കെയിലുള്ളൊരു ജോബാണ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. മിനിമം ഏജ് ലിമിറ്റ് 35 years ആണ്. STക്ക് അത് 40 വയസ്സാണ്. മെത്തേഡ് ഓഫ് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ഓൺലി. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നില്ല, റിട്ടേൺ ടെസ്റ്റ് ഓൺലി ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അക്കൗണ്ടൻറ്റ് 2 വാക്കൻസിയാണ്. ലെവൽ 6 ആണ്. BCom BBA ഇൻ്റർ CA ഇൻ്റർ ICWA ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C പോസ്റ്റാണ്. 3 വാക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് 2, OBC 1, ലെവൽ 4 ആണ്. ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ മിനിമം 5 years
relevant office clerical experience in pay level 3 or 8 years relevant office clerical experience in pay level 2 for official or government or autonomous institution or equivalent experience സർവീസും ചോദിച്ചിരിക്കുന്നു. ദെൻ 10ാമത്തേത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 2 വേക്കൻസിയാണ്, ലെവൽ 4 ആണ്. ക്വാളിഫിക്കേഷൻ 3-year diploma course in computer engineering with minimum 5 years relevant post qualification experience in pay level 3. അതൊരു ഗവൺമെൻറ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 3 years എക്സ്പീരിയൻസ് ആണ്. 3-year diploma course വിത്ത് 5 years relevant എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. BCA or BTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൺറിസർവ്ഡ് ടു SC1 ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഗ്രാജുവേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് എക്സ്പീരിയൻസ് 2 years ചോദിച്ചിട്ടുണ്ട്. ഇക്വാലൻറ്റ് സർവീസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. റിട്ടൺ ടെസ്റ്റ് മാത്രമായിരിക്കും. ഏജ് ലിമിറ്റ് 30 years. SCക്ക് അത് 35 വയസ്സ് വരെ ഇളവ് ലഭിക്കുന്നതാണ്. ഫെബ്രുവരി 6 മുതലാണ് ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് 10 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ കാണാം. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഓൺലൈൻ ഡ്യൂട്ടി സൈൻഡ് അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് should be sent by speed post or registered post courier, clearly writing on the top left corner of the envelope application for the post of ഏത് പോസ്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ പോസ്റ്റ് കോഡും, ഈ ഒരു പോസ്റ്റിലാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് JEXE ആണ്. ആ പോസ്റ്റ് കോഡും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് നോക്കുക. ദെൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്ലസ് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ നിങ്ങൾ ഈ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയക്കണം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പ്രിൻറ്റഡ് കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാ കോപ്പീസും റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അവിടെ എത്തേണ്ട ഡേറ്റ് 19 മാർച്ച് 19 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ബാക്കി ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ ഫീ 118 ഇൻക്ലൂസീവ് ഓഫ് GST ഈസ് ടു ബി പെയ്ഡ് ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം. ദർ ഈസ് നോ ആപ്ലിക്കേഷൻ ഫീ ഫോർ SC/ST ഡിഫറൻ്റ്ലി ഏബിൾഡ് വുമൺ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഓഫ് IIMK. ആപ്ലിക്കേഷൻ ഫീ വൺസ് റെമിറ്റഡ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. ഒരിക്കലും അത് റീഫണ്ട് ചെയ്ത് തരില്ല എന്ന് പറയുന്നു. 118 ഫീ. ദെൻ SC/ST PWD വുമൺ കാൻഡിഡേറ്റ്സിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വായിച്ച് നോക്കുക. അതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത ജോബ് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.